ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സോണി പ്ലേസ്റ്റേഷൻ 4 കൺസോളാണ്. ഒരു കസ്റ്റമർ കൊണ്ടുവന്നതാണ്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു എറർ മെസ്സേജാണ് കാണിക്കുന്നത്. ഈ ലാംഗ്വേജ് അറബിക് ആയതുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്ത് നോക്കുമ്പോൾ ഇത് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ 7.51 അതിൻ്റെ മുകളിലോ വെച്ചുള്ള അപ്ഡേറ്റ് ഫയൽ വെച്ചിട്ട് റീഇൻസ്റ്റാൾ ചെയ്യാനാണ് പറയുന്നത്. ഇതൊന്ന് യൂസ് ചെയ്യുന്ന, അതായത് പ്ലേസ്റ്റേഷൻ 4 യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന ഒരു പ്രോബ്ലമാണ്. ഇത് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഈ സോഫ്റ്റ്വെയർ ഇതുപോലത്തെ ഒരു പ്രോബ്ലം കാണിക്കുകയും ഓപ്പൺ ആവാതെ വരികയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഇത് നമ്മൾ മാനുവലായിട്ട് പ്ലേസ്റ്റേഷൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് അപ്ഡേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യുകയും അതിനെ റീഇൻസ്റ്റാൾ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ഇത് റീഇൻസ്റ്റാൾ ചെയ്യുക എന്ന് നോക്കാം. മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. ഓൾറെഡി ഞാനതിലൊരു USB കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 4 GB USB ഡ്രൈവ് ആയാലും കുഴപ്പമില്ല. USB ഡ്രൈവ് നമുക്ക് ആദ്യം അത് ഫോർമാറ്റ് ചെയ്യണം. ഫോർമാറ്റ് ചെയ്യേണ്ടത് FAT32 എന്നുള്ള ഫോർമാറ്റിലാണ്. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചോദിക്കും അതിൽ ഏതാണ് ഫയൽ സിസ്റ്റം. FAT32 ആയിട്ട് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുക. അതിനുശേഷം വോളിയം ലേബിൾ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് USB കൊടുത്തു, അത് സ്റ്റാർട്ട് ചെയ്തു. ഫോർമാറ്റ് ആയി കഴിഞ്ഞു. USB ഡ്രൈവ് ഫോർമാറ്റ് ആയിട്ടുണ്ട്. USB ഡ്രൈവ് ഫോർമാറ്റ് ആയി കഴിഞ്ഞ ശേഷം അത് ഓപ്പൺ ചെയ്യുക. അതിനുള്ളിൽ PS4 എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഫോൾഡറിൽ PS4 ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ആ PS4 ഓപ്പൺ ചെയ്തതിന് ശേഷം അതിനുള്ളിലേക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ക്യാപിറ്റൽ അപ്ഡേറ്റ് എന്ന് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മിനിമൈസ് ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം PS4 റീഇൻസ്റ്റാളേഷൻ ഫയൽ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം കാണുന്ന ഫസ്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്യുക. ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം PS4 കൺസോളിൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുതിയ അപ്ഡേഷൻ ഫയൽ വന്നിട്ടുണ്ട്. മാനുവലി അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ റീഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അപ്പോൾ റീഇൻസ്റ്റാൾ ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് ഉണ്ട് ഇവിടെ. ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് ഡൗൺലോഡ് ആവും. ബട്ട് ഞാൻ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനത് ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഫയൽ എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്യാം. എക്സ്പ്ലോറർ ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞാൽ PS4 അപ്ഡേറ്റ് .pup എന്ന് പറഞ്ഞിട്ടുണ്ടോ. ജസ്റ്റ് അത് നമുക്ക് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം USB ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. അതിൽ PS4 ഓപ്പൺ ചെയ്യുക. അപ്ഡേറ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ പേസ്റ്റ് ചെയ്യുക. ഏകദേശം 1 GB എടുത്തുണ്ടാവും ഫയൽ. 0.99 GB ഉണ്ട്. അപ്പോൾ അതിന് ടൈം കാണിക്കുന്നുണ്ട്. അത് കോപ്പി ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ വേറെയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ ലൈക്ക്, സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ഇത് കഴിഞ്ഞു, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ USB 2.USB ഇതിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എജക്റ്റ് ചെയ്യണം. USB നമുക്ക് എജക്റ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് PS4 കൺസോളിൽ പോവാം. ഓക്കെ, ഇനി PS4 ടേൺ ഓഫ് ചെയ്യുക. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള USB ഡ്രൈവ് USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം പവർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. സെക്കൻഡ് ബീപ്പ് വരുന്ന സമയത്ത് റിലീസ് ചെയ്യുക. അത് നമുക്ക് സേഫ് മോഡിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ്. സേഫ് മോഡിൽ ഓപ്പൺ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. PS4 ഓണായി വരുന്നുണ്ട്. PS4ൻ്റെ ജോയ്സ്റ്റിക്ക് ഒരു USB കേബിൾ യൂസ് ചെയ്തിട്ട് USB പോർട്ടിലേക്ക് കണക്ട് ചെയ്യുക.
അതിനുശേഷം PS ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. PS4ൻ്റെ സേഫ് മോഡിലെ മെനു ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 7ാമത്തെ ഓപ്ഷനാണ് വേണ്ടത്. 7ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. 7ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലത്തെ നമ്മൾ ആദ്യം കണ്ട പോലത്തെ ഒരു വിൻഡോ ആണ് വരിക. ആ വിൻഡോ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം വെയിറ്റ് ചെയ്യുക. ഇത് കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് വീഡിയോ കുറച്ച് ഫാസ്റ്റ് ആക്കുകയാണ്. അടുത്ത വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത വിൻഡോയിൽ ചോദിക്കുന്നത് ഫോർമാറ്റ് ചെയ്യണമെന്നാണ്. ഫോർമാറ്റ് ചെയ്യുന്ന സമയത്ത് യൂസേഴ്സിൻ്റെ ഡാറ്റ മുഴുവനായിട്ട് ഡിലീറ്റ് ആവുമെന്നാണ് പറയുന്നത്. നമ്മുടെ അടുത്ത് പെർമിഷൻ ചോദിക്കുകയാണ്, കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കസ്റ്റമറുടെ അടുത്ത് സംസാരിച്ച സമയത്ത് കസ്റ്റമർ പറയുന്നത് ഡാറ്റ വേണ്ട, അത് ഓപ്പണായി കിട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വിൻഡോയിൽ വരും. അടുത്ത വിൻഡോയിൽ ഇനിഷ്യലൈസേഷൻ ഈസ് ഇൻ പ്രോഗ്രസ് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അവർ പറയുന്നുണ്ട് PS4 ഒരു കാരണവശാലും ഓഫ് ചെയ്യാൻ പാടുള്ളതല്ല. അത് 100% ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് PS4ൻ്റെ സിസ്റ്റം സോഫ്റ്റ്വെയറിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ആവുകയാണ്. ഇത് ചിലപ്പം കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോസസ്സാണ്. കാരണം SSD ഹാർഡ് ഡിസ്കുകൾ യൂസ് ചെയ്യുന്ന PS4 ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും. അതിന് പകരം നോർമൽ HDD ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഇത് 100% ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. PS4 ഇപ്പോൾ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. റീസ്റ്റാർട്ട് ആയതിനു ശേഷം അത് ഇതിൻ്റെ അപ്ഡേഷൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഇൻസ്റ്റാളേഷൻ ഫയൽ നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ട് അത് USB ഡ്രൈവ് വഴി ഇതിൻ്റെ USB പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൽ നിന്ന് അത് ഇൻസ്റ്റാൾ ചെയ്തോളും. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത് കുറച്ചൊരു ടൈം എടുക്കും. കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ വീഡിയോ കുറച്ചൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. PS4 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. റീസ്റ്റാർട്ട് ആയിട്ട് വീണ്ടും ഒന്ന് ഓൺ ആയി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. PS4 സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ എൻ്റെ സിസ്റ്റം സ്റ്റോറേജ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കുറച്ച് ടൈം എടുക്കും. അത് കഴിഞ്ഞതിന് ശേഷം അത് റീസ്റ്റാർട്ട് ആവുന്നവരൊന്ന് വെയിറ്റ് ചെയ്യണം. PS4 ഇൻസ്റ്റാളേഷനോ അപ്ഡേഷനും കഴിഞ്ഞതിന് ശേഷം ഓണായി വരുന്നുണ്ട്. ഓണായി വന്നതിന് ശേഷം PS4ൻ്റെ ജോയ്സ്റ്റിക്കിലുള്ള PS എന്ന് പറഞ്ഞ ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുന്ന സമയത്ത് അടുത്ത മെനുവിൽ വരുന്നത് അതിൻ്റെ ലാംഗ്വേജ് സെലക്ട് ചെയ്യാനാണ്. നമ്മളുടെ റീജിയൻ ഏതാണോ, ലാംഗ്വേജ് ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. പിന്നെ അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ചെക്ക് ചെയ്യും. നമുക്ക് ഒന്നുകിൽ വൈഫൈ ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലാൻഡ് കേബിളോ കണക്ട് ചെയ്യാം. ലാൻഡ് കേബിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ലാൻഡ് കേബിൾ ചെക്ക് ചെയ്യുന്നത്. ലാൻഡ് കേബിൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റേഷൻ്റെ ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ക്യാമറ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് ടൈം സോണിലാണോ നമ്മൾ ഉള്ളത് ആ ടൈം സോൺ സെലക്ട് ചെയ്യാൻ പറയും. ഞാനിപ്പോൾ ഓൾറെഡി ഉള്ളത് മസ്കറ്റിലാണ്. മസ്കറ്റിലുള്ളതുകൊണ്ട് മസ്കറ്റ് ടൈം സോൺ സെലക്ട് ചെയ്യുന്നുണ്ട്. ടൈം സോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ടൈം കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ആ ടൈം കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഇതിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യാം. ജോയ്സ്റ്റിക്ക് അപ്പ് ആൻഡ് ഡൗൺ ജോയ്സ്റ്റിക്സിൻ്റെ കൺട്രോളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ടൈം കറക്റ്റ് ചെയ്യാം. ടൈം കറക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ നെക്സ്റ്റ് കൊടുക്കുക. ടൈം സെറ്റ് ചെയ്തതിന് ശേഷം ഫോട്ടോ പവർ സെറ്റിങ്സ് കൊടുക്കുക. അല്ല നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോൾ സോണിയുടെ പ്ലേ സ്റ്റേഷൻ നമ്മുടെ കോൺഫിഗറേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് ഡിവൈസ് ഒരു ഡാറ്റേഴ്സിൻ്റെ ഇൻഫോർമേഷൻ ചോദിക്കും, യൂസർ അഗ്രിമെൻറ്റ് ചോദിക്കും. അത് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം പ്ലേ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. പ്ലേ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാർണിംഗ് വരും. പ്ലേ സ്റ്റേഷൻ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർണിംഗ്. അതിനുശേഷം യൂസറിൻ്റെ ഐക്കൺ കാണുന്നതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെക്ക് ചെയ്യാം നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അപ്ഡേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ